എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഓക്കെ, കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു വന്നത് സിംഹാസനം അഥവാ ന്യായാസനം എന്ന വിഷയത്തോട് അനുബന്ധിച്ചിട്ടാണ്. അത് ക്രിസ്തുവിന്റെ വരവിനോടനുബന്ധമായി ഉള്ള വിഷയത്തിൽ വരുന്ന ഭാഗമാണ്. വിവിധതരം സിംഹാസനങ്ങൾ അഥവാ ന്യായാസനങ്ങൾ ഉള്ളതായിട്ട് ഞാൻ ഓറലായി കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ഓർപ്പിക്കുവാനിടയായി. അതിൽ ഒരു സിംഹാസനത്തെ കുറിച്ചാണ് നമ്മൾ വിശദമായി ചിന്തിച്ചത്. സ്വർഗീയ സിംഹാസനം. സ്വർഗീയ സിംഹാസനത്തിന്റെ സവിശേഷതകൾ ചില തിരുവെടുത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ധ്യാനിപ്പാനായി കഴിയും. മാത്രമല്ല ഇവിടെ എന്നേക്കും സ്ഥിരമായി നിൽക്കുന്ന ഒരു സിംഹാസനമാണ് സ്വർഗീയ സിംഹാസനം. അസ്ഥിരമായ സിംഹാസനങ്ങളും ലോകചരിത്രത്തിൽ തിരുവെടുത്തിൽ ഉണ്ട് എന്നും ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. താൽക്കാലികമായ ന്യായാസനങ്ങൾ കൂടാതെ ഞാൻ ഓർപ്പിച്ചു, മറ്റു വിവിധ നിലകളിലുള്ള സിംഹാസനങ്ങളെ നമുക്ക് തിരുവെടുത്തിൽ കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏലാമിലെ സിംഹാസനം എന്ന ഒരു സിംഹാസനത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എഹെസ്കേൽ പ്രവചനത്തിൽ സഞ്ചരിക്കുന്ന സിംഹാസനത്തെ കുറിച്ച് 1-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും ദൈവാത്മാവ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ വായിച്ച ഭാഗത്ത് ക്രിസ്തുവിന്റെ ന്യായാസനം എന്നതിനെ കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടെടുപ്പിന്റെ സിംഹാസനത്തെ കുറിച്ചുള്ള ഒരു വിശദീകരണം നമുക്ക് കാണാം. മത്തായി സുവിശേഷം 25-ൽ തേജസ്സിന്റെ സിംഹാസനത്തെ കുറിച്ചുള്ള ഒരു വർണ്ണന ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ സഹസ്രാബ്ദ വാഴ്ചയിൽ സ്ഥാപിതമാകേണ്ട ഒരു സിംഹാസനമുണ്ട്. തുടർന്ന് 20-ാം അധ്യായത്തിൽ വെള്ള സിംഹാസനമുണ്ട്. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുതുവാന ഭൂമിയിലെ സിംഹാസനത്തെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവാത്മാവ് നമുക്ക് നൽകുന്നുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ സിംഹാസനങ്ങൾ അഥവാ ന്യായാസനങ്ങൾ ഉള്ളതായിട്ടാണ് നമുക്ക് വളരെ ബ്രീഫായി ചിന്തിപ്പാൻ കഴിയുന്നത്. എല്ലാം ഓരോന്നും വിശദീകരിച്ച് പഠിക്കേണ്ടവയാണ്. എങ്കിലും ആ ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. നമുക്ക് ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന ഭാഗമാണ് നമ്മൾ വായിച്ച് കേൾക്കുവാനായി കഴിഞ്ഞത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അവൻ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം വർണ്ണിച്ചു വരികയാണ്. ലേഖനത്തിൽ ഈ 5-ാം അധ്യായത്തിൽ നമ്മുടെ കൂടാരം, നമ്മുടെ ശരീരം ഇതൊരു കൂടാരമാണ്, ഇതൊരു ഭൗമഭവനമാണ്. ഈ കൂടാരത്തിൽ നമ്മൾ എങ്ങനെയാണ് വസിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഈ കൂടാരത്തിൽ നമ്മൾ നരകിക്കൊണ്ടാണ് ജീവിക്കുന്നത്. ഈ കൂടാരത്തിൽ നമ്മൾ നഗ്നരായിട്ടല്ല, ഉടുപ്പുള്ളവരായിട്ടാണ് വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൂടാരത്തിൽ വസിക്കുന്ന ദിനപത്രയും നമ്മളിവിടെ പരദേശികളാണ്. മാത്രമല്ല ഇവിടെ നമ്മൾ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. എന്നിത്യാദി നിരവധി കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ കൂടാരത്തെ കുറിച്ച്, ഈ ശരീരമാകുന്ന കൂടാരത്തെ കുറിച്ച് പൗലോസ് രേഖപ്പെടുത്തി വരികയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യം, ഈ ശരീരം വിട്ട് കർത്താവിനോട് കൂടെ ആയിരിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല ഈ ശരീരത്തിൽ ഇരിക്കുന്ന കാലഘട്ടം അത്രയും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ഇഷ്ടപ്പെടുന്നു. 2 കാര്യമാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത്. ഈ ശരീരം വിട്ട് കർത്താവിനോട് കൂടെ ഇരിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല ഈ ശരീരത്തിൽ ഇരിക്കുന്ന നാളുകളിൽ ഈ ശരീരം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ ഈ ശരീരം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ ഉത്തരമാണ് നമ്മൾ വായിച്ച 10-ാമത്തെ വാക്യം. കാരണം അദ്ദേഹം പറയുന്നു, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടവർ ആകുന്നു. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക.
ഉൽപ്രാവിന് ശേഷം ദൈവസഭയുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘത്തിലെ പ്രത്യക്ഷതയ്ക്ക് ശേഷം അവൻ ദൈവസഭ സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുകയാണ്. അഥവാ വിശുദ്ധന്മാർ സ്വർഗീയ ഭവനത്തിലേക്ക് ചേർക്കപ്പെട്ടതിന് ശേഷം അവൻ സ്തോത്രം ചെയ്യുന്നു, ഒരു ന്യായവിധി ഉണ്ടായിരിക്കും. ആ ന്യായാസനം, ആ ന്യായാധിപൻ ക്രിസ്തുവായിരിക്കും. ആ ന്യായാസനത്തിൽ ഇരിക്കുന്നത് ക്രിസ്തുവാണ്. ന്യായം വിധിക്കപ്പെടുന്നത്, എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരാണ് എന്നാണ് ഈ തിരുവെടുത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. അവിടെ പറയുന്ന പദം വളരെ ശ്രദ്ധേയം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും എല്ലാവരും ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടത് ആകുന്നു. ക്രിസ്തുവിന്റെ ന്യായാസനം എന്നതാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ ഇവിടെ ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ റോമലേഖനം 14 അധ്യായം 19 വാക്യം പഠിക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു പദമുണ്ട്. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? കാരണം നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടവർ ആകുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകം 20 അധ്യായത്തിൽ ദുഷ്ടന്മാരെ ന്യായം വിധിക്കുന്നത് വെള്ളസിംഹാസനത്തിലാണ് എന്നാണ് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. വെള്ളസിംഹാസനത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന, ഞാൻ പറഞ്ഞു ഗ്രീക്കിൽ ത്രോണോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്കിലെ പദമാണ് ബീമ. ബീമ എന്ന പദമാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദം. യഥാർത്ഥത്തിൽ ഈ പദം പുരാതന ഗ്രേക്കനിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ഒരു പദമാണ്. കായിക മത്സരങ്ങൾ, ഓട്ട മത്സരങ്ങൾ, ഇതുപോലുള്ള ഇനങ്ങളിൽ ഗ്രേക്കരുടെ രീതി അനുസരിച്ച് ആ മത്സരത്തിന്റെ, ആ കായിക തലത്തിന്റെ മത്സര മധ്യസ്ഥൻ ഇരിക്കുന്ന സിംഹാസനത്തിന്, ഇരിപ്പിടത്തിന് അവർ നൽകിയിരിക്കുന്ന പേരാണ് ബീമ എന്ന് പറയുന്നത്. ആ പദം തന്നെയാണ് പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ന്യായമായി ഗ്രഹിക്കുവാനായി കഴിയുന്നുണ്ട്. എന്താണ് ഈ ബീമ അഥവാ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ പ്രത്യേകത? ഒറ്റ വാക്കിൽ മനസ്സിലാക്കാം, വിജയികൾക്ക് ന്യായമായ പ്രതിഫലം നൽകുന്ന സ്ഥലമാണ് ഈ ബീമ സീറ്റ് അഥവാ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അവൻ വേദനകളും ദുഃഖങ്ങളും കഷ്ടങ്ങളും വെല്ലുവിളികളും എല്ലാം സഹിച്ച് അവൻ നിത്യതയിൽ അനിമനാഥനോട് കൂടെ അവൻ വാഴുവാനായി നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവൻ ഇവിടെയുള്ള ലോകത്തെയും ലോകമയത്വങ്ങളെയും ജഡത്തിന്റെ എല്ലാ വാഴ്ചകളെയും സ്വാധീനതകളെയും തകർത്തുടച്ചുകൊണ്ട് നിത്യതയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഒരുവന് അവൻ സ്തോത്രം ചെയ്യുന്നു, ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലം ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ വിജയികൾക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്ന സ്ഥലമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. അവിടെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവർക്കും അവിടേക്ക് എന്തില്ല, പ്രവേശനം ഇല്ല. അവൻ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ എന്ത് ചെയ്യുന്നത്, എത്തിച്ചേരുന്നത്. എല്ലാവരും ഇവിടെ കാണുന്ന വെള്ളോടിക്കാരനും ദൈവമില്ലാതെ ജീവിക്കുന്നവനും സ്വന്തം ആത്മഹത്യ ചെയ്യുന്നവനും അങ്ങനെ പലതരത്തിലുള്ള ജീവിത ശൈലി കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിക്ക് യാതൊരു കാരണവശാലും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ കഴിയത്തില്ല. മറിച്ച് കർത്താവായ യേശു ക്രിസ്തു അവൻ സ്തോത്രം നമ്മെ പാപങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്നും ആ യേശുവിന്റെ രക്തത്താൽ അവൻ നമ്മൾ കടികൾ പ്രാപിച്ച് ജലത്തിൽ യേശുവിനെ സാക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് അഥവാ ഒരു വിശ്വാസിക്ക്, വീണ്ടും പറഞ്ഞാൽ ദൈവ പൈതൽ, ദൈവ മകൻ അഥവാ മകൾ ആയി തീർന്നവർ നിൽക്കുന്ന സ്ഥലമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. അവിടെ ഞാൻ ഓർപ്പിച്ചു, പ്രതിഫലത്തിന് വേണ്ടിയിട്ടാണ് അന്ന് ഗ്രേക്കർ മത്സരങ്ങൾ നടത്തുമ്പോൾ, കായിക ഇനങ്ങൾ നടത്തുമ്പോൾ അവർ മത്സരികൾക്ക് വിജയം സമ്മാനം നൽകുന്നത്.
ഈ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടായിരിക്കും എന്നതുപോലെ ഇവിടുത്തെ എല്ലാ ക്ലേശങ്ങളും അനുഭവിച്ച് ജയിച്ചു പോകുന്ന തന്റെ കുഞ്ഞുങ്ങൾക്ക് എന്റെ കർത്താവിന് പ്രതിഫലം നൽകുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സീറ്റാണ് ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത്. അത് അതിവേഗത്തിൽ നമുക്ക് ലഭിക്കുവാൻ പോവുകയാണ്. അവൻ ഇന്ന് പകലിൽ അവൻ സ്വതന്ത്രം യൂട്യൂബില് ഒരു അല്പസമയത്തിന് മുൻപ് ചില മണിക്കൂറുകൾക്ക് മുൻപ് ഒരു സന്ദേശം കണ്ടു. അവൻ ഒരു വാർത്ത മറുനാടൻ മലയാളിയിൽ ഷാജസ്കറിയ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. 10 വർഷത്തേക്കകത്ത് ലോകം അവസാനിക്കും. അതിന് അദ്ദേഹം ചില കാരണങ്ങൾ ഇന്നത്തെ അതിൽ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാർത്തയിൽ. ഞാൻ പറഞ്ഞതിന്റെ സാരം ഇന്നുള്ള സകല മാധ്യമങ്ങളും ഇന്ന് ലോകത്തിൽ കാണപ്പെടുന്ന എല്ലാ വ്യവസ്ഥകളും സമ്പ്രദായങ്ങളും വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകം ഇനി അധികം മുന്നോട്ട് പോകത്തില്ല. പറഞ്ഞാൽ കുറച്ച് കാലഘട്ടങ്ങൾ കൂടെ വളരെ കഷ്ടതയിലൂടെ ആയിരിക്കും പോകുന്നത്. അവൻ സ്തോത്രം. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ദൈവമായി കർത്താവ് നമുക്ക് ആയുസ് തന്നിരിക്കുമ്പോൾ, ആരോഗ്യം തന്നിരിക്കുമ്പോൾ, അവൻ സ്തോത്രം ചെയ്യുന്ന കഴിവുകളും സന്ദർഭങ്ങളും തന്നിരിക്കുമ്പോൾ, അവൻ പൗലോസിനോട് പറയുന്നത് പോലെ ശരീരം വിട്ടാൽ അതിലേറെ പ്രയോജനമല്ല. ഈ ശരീരത്തിൽ വസിക്കുന്ന നാളുകളിൽ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാകണം ഈ 2022 ആണ്ട് 1-ാം മാസം 1-ാം തീയതി ഈ രാത്രിയിൽ നമ്മൾ ചുരുക്കം ചില വ്യക്തികളായി അവരിവിടെ കൂടിയിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ തീരുമാനിക്കണം, ഈ ശരീരത്തിൽ വസിക്കുന്ന കാലഘട്ടം അത് ചുരുക്കമാകട്ടെ. 10 വർഷമോ 25, 35, 100, 105, 120, അത് എത്രയോ ആകട്ടെ, അത്രയും ആണ്ടുകൾ എന്റെ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടവരാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ പ്രതിഫലം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അവന് പ്രത്യേക ശിക്ഷയൊന്നും ഇല്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൽ വിവിധ തരത്തിലുള്ള കായിക മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫുട്ബോള്, ക്രിക്കറ്റ്, അതുപോലെ പല മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ടീം എന്ത് ചെയ്യും? ജയിക്കും. ജയിക്കുന്നവന് അർഹമായ സമ്മാനങ്ങൾ, പാരിതോഷികങ്ങൾ, ഉപഹാരങ്ങൾ, അവാർഡുകൾ ഒക്കെ എന്ത് ചെയ്യും? നൽകുവാനിടയായിരിക്കും. എന്നതുകൊണ്ട് തോറ്റുപോയ രാജ്യത്തിനാകട്ടെ വ്യക്തിക്കാകട്ടെ അവരെ പിടിച്ച് തടവിലടയ്ക്കുകയോ അവരെ ശിക്ഷിക്കുകയോ ചെയ്യാറില്ല. അവർക്ക് ആ സമയത്ത് ഉണ്ടാകുന്നത് നാണക്കേടായിരിക്കും. നമുക്കറിയാം, ഞാൻ ഗ്രേസിൽ പഠിക്കുന്ന സമയത്ത് 1999 അന്നാണ് ഞാൻ ആദ്യമായി TV കാണുന്നത്. ആദ്യമായി TV കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായി ഞാൻ TV-യിലൂടെ പിക്ചർ കാണുന്നത് അന്നാണ്, ഗ്രേസിൽ പഠിക്കുമ്പോഴാണ്. അന്നൊരു വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണ്. ആ വേൾഡ് കപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ അന്ന് സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ഭയങ്കര വലിയ കളിക്കാരാണ്. അപ്പോ ആ വേൾഡ് കപ്പ് നടന്നപ്പോൾ ആ വേൾഡ് കപ്പ് അന്ന് ഇന്ത്യക്കാണ് ലഭിച്ചത്. അവിടെ ഇരുന്ന സഹോദരന്മാർ, അധ്യാപകർ, ഇവരെല്ലാം ഈ TV-യുടെ മുമ്പിലിരുന്ന് ഭയങ്കര ആഘോഷമായിരുന്നു. പക്ഷെ എനിക്ക് എന്താണ് ഈ ക്രിക്കറ്റ്, അതിന്റെ നിയമം എന്താണെന്ന് അറിയാവുന്നവർക്ക് രസമാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് അന്ന് ചെന്നിരിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു രാജ്യം ജയിക്കുമ്പോ ആ രാജ്യത്തിന്റെ പ്രജകൾ ഒന്നടങ്കം എന്ത് ചെയ്യാറുണ്ട്? സന്തോഷിക്കാറുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും ഇവിടെ കളിച്ചാൽ ഇന്ത്യ തോറ്റാൽ ഇതിനകത്തുള്ള ചില പുള്ളികൾ കൂവുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്. കാരണം അവർക്ക് വേറൊരു രാജ്യത്തോട് കൂറുള്ളതുകൊണ്ട് അവർ തോൽക്കാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. എന്നാൽ അതേസമയം പുറത്തുള്ള ആ ഇസ്ലാമിക രാഷ്ട്രം ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ പടക്കം പൊട്ടിക്കും, ഭയങ്കര പരിപാടിയുമായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ജയിക്കുന്നവരെ അവർക്ക് അർഹമായ കിരീടം നൽകി മാനിക്കുമ്പോൾ തോൽക്കുന്നവർക്ക് അവിടെ ശിക്ഷാവിധിയില്ല, അവരെ പിടിച്ച് തടവിലടക്കത്തില്ല. അവർക്ക് കുറച്ച് നാണക്കേടും കുറച്ച് മൂക്കുവിളിയും ഇങ്ങനെയുള്ള കുറച്ചൊക്കെ എന്ത് തീർത്തുള്ളൂ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ ബീമ സീറ്റ് എന്ന് പറയുമ്പോൾ, ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുമ്പോൾ, രക്ഷിക്കപ്പെട്ടവനാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ചെല്ലുന്നത്. രക്ഷിക്കപ്പെട്ടവൻ അവിടെ ചെന്നാൽ പ്രതിഫലം ഇല്ല എന്നതുകൊണ്ട് ഒരു കാരണവശാലും പിടിച്ച് ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ എന്തിയില്ല, ഇടത്തില്ല.
അപ്പൊ നമുക്ക് പ്രതിഫലമില്ലാത്തത് കൊണ്ട് നമ്മോട് കൂടെ ആരാധിച്ച, നമ്മോട് കൂടെ ഒരുമിച്ച് ആലയത്തിൽ വന്ന അവനെ സ്തോത്രം ചെയ്യുന്ന പ്രിയപ്പെട്ടവരൊക്കെ പ്രതിഫലം വാങ്ങിച്ച് പോകുമ്പോ നമുക്ക് ഒരു ചെറിയൊരു അവാർഡെങ്കിലും കിട്ടിയില്ലെങ്കിൽ, ഒരു ചെറിയൊരു ക്ലാസ് എങ്കിലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരു ഭയങ്കര ക്ഷേമമായിരിക്കും. ഞാനും ഓടി, ഞാനും അധ്വാനിച്ചു, ഞാനും പള്ളിയിലെ ആലയത്തിൽ ചെന്ന് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ എനിക്ക് ഒരു സ്പൂണ് പോലും കിട്ടിയില്ലല്ലോ, അല്ലേ? നമ്മുടെ കുട്ടികളൊക്കെ നമുക്ക് ഇവിടെ സൺഡേ സ്കൂളിലും യൂത്തിലൊക്കെ മത്സരിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു സമ്മാനം കിട്ടണം ആ ആഗ്രഹത്തിലാണ്. പക്ഷേ അത് കിട്ടാതെ വരുമ്പോ നമ്മൾ മാനസികമായി എന്ത് ചെയ്യാറുണ്ട്? ദുഃഖിക്കാറുണ്ട്. അതൊരു ഭാഗത്താണ്. അത് മറുഭാഗത്ത് മറ്റുള്ള സഭകളുടെയും കുട്ടികളുടെയും ഒരു അപമാനം കൂടെ നമ്മൾ ചുമക്കേണ്ടതായി വരുന്നു. നമ്മൾ ഭയങ്കര പഠിച്ചുകൊണ്ടായിരിക്കൊക്കെ പോയി നിൽക്കുന്നത്, ഞാൻ ആ മത്സരത്തിൽ പോകും, ഞാൻ പാടും, ഞാൻ വിജയിക്കും, അല്ലെങ്കിൽ ഞാൻ എഴുതി, ഞാൻ എന്തിനാണ് പങ്കെടുക്കുന്നത്, വിജയിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയിലേക്കാണ് പോകുന്നത്. അവർ ചിലപ്പോൾ ചിലരൊക്കെ തട്ടിപ്പിടി ഞാൻ അത് അവാർഡ് വാങ്ങിച്ചിട്ട് വരത്തുള്ളൂ. പക്ഷെ നമുക്ക് കിട്ടുന്നത് സീറയായ അല്ലെങ്കിൽ പ്രതിഫലം കിട്ടാതെ വന്നാൽ നമ്മുടെ നാണക്കേട് താങ്ങാൻ പറ്റത്തില്ല, സഹിക്കാൻ പറ്റത്തില്ല. അതാണ് അവൻ നമുക്ക് ഇവിടെയും മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. അവൻ സ്തോത്രം ചെയ്യുന്ന ക്രിസ്തുവിന്റെ ന്യായാസനം എന്നത് പ്രതിഫലം പ്രാപിക്കുവാനുള്ള ഒരു ന്യായാസനമാണ്. അതുകൊണ്ട് അവൻ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരാഗ്രഹം ഉണ്ടാകണം. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ ഒരു ദിവസം നമ്മൾ പറന്നുയരുവാൻ ഇടയാക്കിയും അവിടെ ചെന്ന് അരിമനാഥന്റെ മുൻപിൽ നിൽക്കുവാൻ കഴിയും. പക്ഷേ അന്നേ ദിനത്തില് പ്രതിഫലമില്ലാതെ തലകുനിച്ച് നിൽക്കുവാൻ, അവൻ ലജ്ജിക്കപ്പെട്ടവരെ നിൽക്കുവാൻ, തല താഴ്ത്തി നിൽക്കുവാൻ അവൻ ദൈവമായ കർത്താവ് നമ്മെ ആരെയും അനുവദിക്കരുത്. അവൻ സ്വന്തം വന്ന് വളരെ പ്രാഗൽഭ്യത്തോടെ ഇരുകരങ്ങളും നീട്ടി അവൻ തേജോമയനായ കർത്താവിൽ നിന്ന് ആ പ്രതിഫലം പ്രാപിപ്പാൻ സന്നദ്ധരായി പറഞ്ഞതുപോലെ ശരീരത്തിൽ ജീവിക്കുമ്പോൾ എത്രയും ഈ ശരീരം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ന്യായവിധിയുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ അവിടെ നന്മയും തിന്മയും അല്ല എന്ത് ചെയ്യുന്നത്, ന്യായവിധിക്കപ്പെടുന്നത്. സാൻമാർഗിക ജീവിതമല്ല അവിടെ ന്യായവിധിക്കപ്പെടുന്നത്. നാം ചെയ്ത പ്രവൃത്തിയാണ്, പ്രവൃത്തിക്കുള്ള ഫലം ലഭിക്കുന്ന ഒരു ന്യായാസനമാണ് എന്തോന്ന്, ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ തിന്മകളോ നമ്മുടെ അസന്മാർഗിക ജീവിതങ്ങളോ ഒന്നുമല്ല ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുന്നിൽ വരുന്നത്. കാരണം അവിടെ രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർ മാത്രമേ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുന്നിൽ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് അവിടെ അസന്മാർഗികതയ്ക്ക് അവിടെ സ്ഥാനം വരുന്നില്ല. കാരണം ഇവരെല്ലാം യേശുവിന്റെ രക്തത്താൽ അവർ കടികൾപ്പെട്ട പാപങ്ങൾ മൂടപ്പെട്ടവരാണ്, പാപങ്ങൾ കടികളയപ്പെട്ടവരാണ്. അവർ സ്വന്തം ഈ ലോകത്തെ നന്മകളും തിന്മകളും അപമാനങ്ങളും സഹിച്ച് അവർ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചവരാണ്, പാളയത്തിന് പുറത്തുള്ള നിന്ന സഹിച്ചവരാണ്, ക്രിസ്തുവിന്റെ ക്രൂശ് ഇവർ ചുമന്നവരാണ്. അതുകൊണ്ട് അവിടെ അസന്മാർഗികതയ്ക്ക് സ്ഥാനമില്ല. അവിടെ സ്വന്തം നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ അവൻ ഫലമാണ് വെളിപ്പെടുവാനായിട്ട് പോകുന്നത്. കടമീരത്തി എന്റെ കർത്താവിന് ഒരിക്കൽ കൂടെ മതത്തെ കൊടുത്താട്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്ത യാതൊരു പ്രവൃത്തിക്കും ആ പ്രവൃത്തിയുടെ ഉദ്ദേശവും അതിന്റെ പ്രയോജനവും എങ്ങനെയെന്ന് നോക്കിയാണ് എന്ത് ചെയ്യുന്നത്, അവൻ അവാർഡിന് അർഹനായിത്തീരുന്നത്. നമ്മൾ നല്ല ഉദ്ദേശത്തോടെ ഒരു കാര്യം ചെയ്തെങ്കിൽ അത് എന്ത് ചെയ്യപ്പെടത്തില്ല, തിരസ്കരിക്കപ്പെടത്തില്ല. അത് വളരെ ചെറുതായ ഒരു ചെറിയ സേവനമായാലും, ഒരു ഗ്ലാസ് വെള്ളം നല്ല മനസ്സോടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം ലഭിക്കാതെ വരത്തില്ല. നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അന്ന് അവിടെ വെളിപ്പെടുവാനിടയായിത്തീരും. അവൻ ആ ന്യായാസനത്തിന് മുൻപിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ സ്വന്തം നമ്മൾ ദൈവവൈദ്യൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഞാൻ ഓർപ്പിച്ചു, അവിടെ നമ്മുടെ തിന്മകൾ എന്ത് ചെയ്യത്തില്ല, ന്യായീകരിക്കപ്പെടുന്നില്ല, പ്രതിഫലമാണ് അവിടെ നൽകുന്നത് എന്നതുകൊണ്ട് നമ്മുടെ തിന്മ പ്രവൃത്തികൾ അവിടെ വെളിപ്പെടാതെ എനിക്കെത്തുന്നില്ല. കൃത്യമായും ഈ ലോകത്തിൽ
നമ്മൾ എങ്ങനെയായിരുന്നു? രക്ഷിക്കപ്പെട്ടതിന് ശേഷം, യേശുവിനെ രക്ഷകനായി കൈക്കൊണ്ടതിന് ശേഷം, സ്നാനപ്പെട്ട ദൈവസഭയോട് ചേർന്നതിന് ശേഷം, അവൻ വിശുദ്ധ ജീവിതം ചെയ്യുവാൻ ദൈവം നിയോഗിച്ചതിന് ശേഷം നമ്മുടെ ജീവിതം ഏത് നിലയിൽ ആയിരുന്നു എന്ന് വ്യക്തമായി എന്ത് ചെയ്യും? ആ സീറ്റിൽ തെളിഞ്ഞു വരുവാനിടയാക്കിയിരുന്നു. അവൻ അത് കാണുമ്പോ തന്നെ നമ്മൾ ചിലപ്പോ തലകറങ്ങിയൊക്കെ വീഴും. ഇവിടെ വരാതിരുന്നെങ്കിൽ മതിയായിരുന്നു എന്തൊക്കെ ചിലപ്പോ ചിന്തിച്ചു. ഇതൊന്നും കാണേണ്ട ഗതികേട് വരത്തില്ലായിരുന്നു. കാരണം കൂടെ ആരൊക്കെയുണ്ട്? അടുത്തുള്ള പുള്ളിക്കാരെല്ലാം കൂടെ. നമ്മളൊക്കെ അന്ന് ഭയങ്കര വാചാലം അടിച്ചു ഇതിലൂടെ എല്ലാ പരിപാടിക്കും പോകുമായിരുന്നു. ചൊവ്വാഴ്ച പ്രാർത്ഥനയും ശനിയാഴ്ച പ്രാർത്ഥനയും എല്ലാ പരിപാടിക്കും നമ്മൾ മുമ്പിലുണ്ട്. പക്ഷേ ഒരു സാധുവായ യാതൊന്നിനും കഴിയില്ലാത്ത ഒരു അപ്പച്ചൻ അല്ലെങ്കിൽ അമ്മച്ചി വന്ന് ഭയങ്കര അവൻ വലിയ അവാർഡൊക്കെ വാങ്ങിച്ചിട്ട് പോകുമ്പോ നമ്മള് അവരുടെ മുമ്പിൽ ഇങ്ങനെ തല വിളിച്ച് നിൽക്കുന്ന ഈ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വല്ലാത്തൊരവസ്ഥയായിരിക്കും. അന്ന് നമ്മുടെ രഹസ്യങ്ങളെല്ലാം അവിടെ പരസ്യമാക്കപ്പെടും. നമ്മുടെ പല തരത്തിലുള്ള തിന്മകളും അവിടെ ആ സ്ക്രീനിൽ എല്ലാം തെളിയിച്ച് കാണിക്കും. എല്ലാവർക്കും മനസ്സിലാകും ഇവൻ എന്തായിരുന്നു, ഇവൻ എങ്ങനെയായിരുന്നു അവിടെ ജീവിച്ചത് എന്നത് വ്യക്തമാക്കപ്പെടും. നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ നാണം കെട്ടുപോകും. അത് ചിലർ നിത്യ ലജ്ജയ്ക്കായും നിത്യ നിന്ദയ്ക്കായിട്ടുമാണ് എത്തിക്കുന്നത് അവിടെ ചെല്ലുവാനിടയാക്കിയിരുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ, ഒരിക്കലും അത്തരത്തിലുള്ള ലജ്ജ പരമായ ഒരു അനുഭവമല്ല നമുക്ക് വേണ്ടത്. എന്റെ കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ ആയുസ് തരുമ്പോ നമ്മൾ നല്ല മനസ്സോടെ എന്റെ കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാൻ കഴിയണം. കാരണം സ്വന്തം ഈ 1-ാം മാസത്തിന്റെ ആദ്യത്തെ സൺഡേയില് എനിക്കൊരു സാക്ഷ്യം അവൻ സ്വന്തം ഒരാളെ പറഞ്ഞു. പക്ഷേ അവൻ അത് എനിക്ക് വളരെ അവൻ സ്വന്തം ചെയ്യുന്നു വളരെ സന്തോഷം തോന്നി. അവന്റെ ഹൃദയം സത്യത്തിൽ അവന്റെ സന്തോഷം കൊണ്ട് അവൻ പറയുവാനിടയാറ്റുന്നു. അത്തരത്തിലുള്ള അവൻ ദൃഢതയുള്ള അവൻ ശക്തമായ തീരുമാനങ്ങൾ അവൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുത്ത് മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി ഈ 2022-ാം ആണ്ടില് അവൻ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാനായി കഴിയും. നമ്മൾ ചെയ്യുന്ന ഒരു സേവനവും എന്തിയത്തില്ല, തള്ളിക്കളയത്തില്ല. നമ്മുടെ ആലയത്തിൽ വന്ന് നിങ്ങൾ തൂത്ത് വൃത്തിയാക്കുന്നതും പായിടുന്നതും പുറത്തെ പുല്ലെല്ലാം ചെത്തിപ്പിടുന്നതും അവൻ ഇതിന്റെ വലയെല്ലാം അടിച്ചു നോക്കുന്നതിനും എല്ലാറ്റിനും പ്രതിഫലമുണ്ട്. നല്ല മനസ്സോടെ ഒരു മുട്ടുസൂചി അവൻ സ്തോത്രം എടുത്ത് അവൻ സ്തോത്രം ആവശ്യത്തിന് കൊടുത്താൽ അതിന് പോലും പ്രതിഫലമുണ്ട്. അവൻ അതുകൊണ്ട് നിസ്സാരമായി ഒന്നും കാണരുത്. ദൈവാധികത്തോടും ദൈവത്തോടും ചെയ്യുന്ന ഏത് നല്ല പ്രവൃത്തിക്കും തക്ക പ്രതിഫലം എന്റെ കർത്താവ് നൽകുവാനായിട്ട് ഇടയാക്കിയിരുന്നു. അതാണ് അവൻ ബീമാ സീറ്റ് എന്ന് പറയുന്നത്. ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായം 14-ാമത്തെ വാക്യം പഠിക്കുമ്പോ അവൻ ഇത് സ്വർഗത്തിലാണ് നടക്കുന്നതെന്നും അവൻ നീതിമാന്മാരുടെ പുനരുത്ഥാനത്തോട് ബന്ധപ്പെടുത്തിയാണ് പ്രതിഫല വിഭജനം നടക്കുന്നത് എന്നും വളരെ വ്യക്തമായ നിലയിൽ അവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. അവൻ സ്തോത്രം ചെയ്യുന്നു. അവിടെ മണവാളനായ ക്രിസ്തുവിനോട് കൂടെ അവൻ ദൈവസഭ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ കാന്ത അവൻ പ്രതിഫലം പ്രാപിച്ചിട്ടാണ് ഇറങ്ങി വരുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം, ദൈവസഭ സ്വർഗത്തിൽ കയറി ചെന്നാൽ അവൻ സ്വന്തം ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ അവന്റെ കാഹളനാദം കേട്ട് ദൈവസഭ അവൻ ഉയരങ്ങളിലേക്ക് പറന്നുയർന്നു കഴിഞ്ഞാൽ അവർ ക്രിസ്തുവിന്റെതായ ആശ്രയത്തിന് മുൻപിലാണ് നോക്കുന്നത്. അവിടെ ചെന്ന് പ്രതിഫലം വാങ്ങിച്ചിട്ടാണ് അവർ എല്ലാ വിശുദ്ധന്മാരുമായി ഈ ഭൂമിയിലേക്ക് രംഗത്തിലേക്ക് വരുവാനിടയാക്കിയിരുന്നത്. അത്രയ്ക്കും ശ്രദ്ധകരമായ ഒരു അനുഭവമാണ് അവൻ നമ്മൾ അഭിമുഖീകരിക്കുവാൻ പോകുന്നത്. അവൻ സ്വന്തം ഞാൻ പറയട്ടെ, അവിടെ അവൻ എല്ലാവർക്കും അവരവരുടെ പ്രവർത്തികൾക്ക് തക്ക ന്യായവിധി ഉണ്ടാകും. അവിടുത്തെ ന്യായാധിപൻ ആരാണെന്നറിയാമോ? ഒരു വാക്യം കൂടെ വായിച്ചിട്ട് അവൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ സ്വന്തം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചാണ്. 22-ാമത്തെ വാക്യം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അവിടെ ന്യായം വിധിക്കുന്നത് പിതാവായ ദൈവം അല്ല, പുത്രനായ ക്രിസ്തുവാണ്. കാരണം പിതാവിനെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ബഹുമാനിക്കുന്നുണ്ട്.
ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അതുകൊണ്ട് ന്യായവിധിക്കുള്ള അധികാരം പുത്രനാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 5:10 വായിച്ചത്, നാം എല്ലാവരും ഈ പുത്രന്റെ ന്യായാസനത്തിന്റെ മുൻപിലാണ് വിധിക്കപ്പെടുന്നത്. നമ്മളെല്ലാവരും അതിനകത്ത് നിന്ന് ആരെയും മാറ്റി നിർത്തുന്നില്ല. അപ്പോസ്തലനായ പൗലോസും ആ ന്യായാസനത്തിന്റെ മുൻപിൽ വരും. അദ്ദേഹം അവൻ ക്രിസ്തുവിന് വേണ്ടി സഹിച്ച എല്ലാ ത്യാഗപരമായ സേവനങ്ങളും അന്നവിടെ സ്മരിക്കപ്പെടും. അതിനുള്ള പ്രതിഫലം അദ്ദേഹം പ്രാപിക്കുവാനിടയായിത്തീരും. അതുപോലെ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച എല്ലാ വിശുദ്ധന്മാരും അവൻ സ്വന്തം ഹാദൽ മുതൽ അവൻ ഇങ്ങേ അറ്റം വരെ ക്രിസ്തുവിന് വേണ്ടി ഈ കാലഘട്ടം വരെ ഇന്ന് വരെ അവൻ രക്തസാക്ഷിയായ അവൻ ഈ രക്തസാക്ഷിയാകുവാനുള്ള അവൻ എല്ലാ വിശുദ്ധന്മാരുമായ ആശ്രയത്തിന് മുൻപിൽ വരുവാനായിട്ടിടയാക്കി. അവരെല്ലാം അവരുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം അവൻ പ്രാപിക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, അവൻ നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യങ്ങൾ അവൻ സങ്കീർണതകൾ നിറഞ്ഞ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു സമയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൂടിയുണ്ട്. റോമാലേഖനം 14-ാമത്തെ വാക്യം കൊണ്ട് വേഗത്തിൽ വായിക്കാം. റോമാലേഖനം 14-ാമത്തെ വാക്യം കൊണ്ട് വായിച്ചാട്ടെ. ആകയാൽ നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതിന്റെ തൊട്ടു മുൻപിൽ 10-ാമത്തെ വാക്യത്തിൽ 9 മുതലുള്ള വാക്യം പഠിക്കുമ്പോൾ അവിടെ ന്യായാസനത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാവരും അവൻ സഹോദരനെ ധിക്കരിച്ചാൽ, അവൻ സ്വന്തം സഹോദരനെതിരെ പഠിച്ചാൽ, നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും എന്ന് അപ്പോസ്തലൻ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും പറയുന്നത്, നാം എല്ലാവരും അവൻ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അന്ന് അവൻ തമ്പുരാൻ നമ്മൾ രക്ഷിക്കപ്പെട്ടതോടുകൂടെ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ എന്ത് ചെയ്തു? ദൈവം തമ്പുരാൻ തന്നു. അപ്പൊ നമ്മുടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ദൈവത്തിന്റെ നമ്മെ കുറിച്ചുള്ള പ്രധാന ഉദ്ദേശം നമ്മൾ ഇവിടെ എല്ലാം അടക്കി വാഴണം, ഭരിക്കണം. അപ്പോൾ ദൈവം ചില ഉത്തരവാദിത്വങ്ങൾ നമ്മെ ഫലമേൽപ്പിച്ചു. ഈ ദേശത്തിന്റെ കാവൽക്കാരായി ഇവിടുത്തെ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന്, ഇവിടെയുള്ളവരെ സഹായിക്കേണ്ടതിന്, അവർക്ക് ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കേണ്ടതിന്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്, അവരുടെ നിത്യജീവനായുള്ളവരെ കരുതേണ്ടതിന് എന്റെ ദൈവമായ കർത്താവ് നമ്മെ ഇവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. അവൻ സമൂഹത്തിൽ മാത്രമല്ല, ഈ ആലയത്തിൽ, ഈ സഭയിൽ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിനുള്ള ചില കഴിവുകൾ തന്നിട്ടുണ്ട്, ചില താരത്തുകൾ ദൈവം തന്നിട്ടുണ്ട്. അന്ന് തമ്പുരാൻ ഇതെല്ലാം ചോദിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഞാൻ നിനക്ക് ഇന്ന അവസരങ്ങളൊക്കെ നിനക്ക് തന്നു, ഇന്ന താലന്തൊക്കെ നിനക്ക് തന്നു. നീ എന്താണ് നിനക്ക് തന്ന താലന്ത് കൊണ്ട് നീ ചെയ്യുന്നത്? ഞാനിവിടെ വന്ന സമയങ്ങളിൽ ചില വ്യക്തികളാണെങ്കിൽ ആത്മാക്കൾക്ക് ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള പലരും ബാക്ക്സ്ലൈഡ് ആയിരിക്കുകയാണ്. ആരെയും അവരുടെ ചാക്കിൽ കിട്ടുന്നില്ല. ഇപ്പോ ശക്തമായി പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു, മണിക്കൂറുകൾ ദൈവസംഖ്യയിൽ വന്നിരുന്ന പ്രാർത്ഥിക്കുന്നവർ, ഉപവസിക്കുന്നവർ അവരുണ്ടായിരുന്നു. ഇന്ന് പലരും പിന്മാറ്റത്തിലാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചത്, അത് സമയമാകട്ടെ, ആരോഗ്യമാകട്ടെ, സമ്പത്താകട്ടെ, ദൈവത്തിന്റെ വേലയിലുള്ള പ്രവൃത്തികളാകട്ടെ, എല്ലാത്തിനും നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരായി വരും. ദൈവം നമ്മളെ തന്നത് ഒരു താലന്താണോ, അത് നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. ഒരു ചുമതലയാണോ, അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക. 2 ആണോ, അതനുസരിച്ച് ഉപയോഗിക്കുക. 10 ആണോ, അതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ദൈവം എല്ലാവർക്കും ഒരേ നിലയിലല്ല കഴിവുകൾ കൊടുത്തിരിക്കുന്നത്, ഒരേ നിലയിലുള്ള താലന്തുകൾ കൊടുത്തിരിക്കുന്നത്. അവരവന്റെ പ്രാർത്ഥിക്കനുസരിച്ചാണ് ദൈവം ഓരോരുത്തരുടെ പക്കൽ പകുത്തു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ദൈവസന്നിധിയിൽ കണക്ക് പറയുന്ന ദിവസം കൂടെ ആയിരിക്കും ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ളത്. അതുകൊണ്ട് ആ ദിവസത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരിക്കലും കർത്താവ് ഇങ്ങനെ പറയരുത്, ദുഷ്ടനും മടിയനുമായ ദാസനെ. കർത്താവ്
നമ്മെ കുറിച്ച് പറയണം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, യജമാനന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. ആ ശബ്ദം നമ്മൾ ഓരോരുത്തരും കേൾക്കുവാനായിട്ട് ഇടയായിത്തീരണം. പ്രിയമുള്ളവരെ, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിന്നേ മതിയാകത്തുള്ളൂ. അത് നമ്മൾ തലതാഴ്ത്തുവാൻ പാടില്ല. അന്ന് കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസത്തിൽ നമ്മുടെ സ്തോത്രം ചെയ്യുന്ന നമ്മൾ സുതാര്യമായ നിലയിൽ കണക്കുകൾ ബോധിപ്പിക്കുവാനും പ്രതിഫലം പ്രാപിക്കുവാനും അർഹമായി നിലനിന്ന് കഴിഞ്ഞാൽ ലജ്ജിച്ചു പോകേണ്ടതായി വരത്തില്ല. അതുകൊണ്ട് ഈ ദിവസത്തിൽ നമുക്ക് തീരുമാനിക്കാം, കർത്താവ് എനിക്ക് ഈ ആണ്ടിൽ തരുന്ന ആയുസ് മുഴുവനും എന്റെ കർത്താവ് തരുന്ന ചുമതലകൾ, എന്റെ കർത്താവ് എനിക്ക് തരുന്ന ഭാരങ്ങൾ, എന്റെ കർത്താവ് എന്നെ പരിഗണിപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, അവൻ ആലയത്തോടുള്ള ബന്ധത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ അത് നല്ല മനസ്സോടെ ഏറ്റെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ശരീരത്തിൽ വസിക്കുന്ന കാലഘട്ടത്തിൽ അവൻ ഈ ശരീരം കൊണ്ട് എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ സംസാരം കൊണ്ട് എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ വസ്ത്രം കൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ചിന്തകൾ കൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതായിരിക്കട്ടെ ഇന്ന് രാത്രിയിൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അതാണ് ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർക്ക് നമ്മൾ ഇടർച്ചയാകരുത്. അവന്റെ സ്തോത്രം ഇടർച്ചയായി കഴിഞ്ഞാൽ അത് ഭയങ്കര ദോഷമാണ്, ഭയങ്കര കുറ്റമാണ്. അതിനെല്ലാം ന്യായവിധിയുണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന അവൻ ആ ജീവിതത്തിന്റെ അവൻ യാഥാർത്ഥ്യം മനസ്സിലാക്കി, അതിന്റെ അർത്ഥഗാംഭീര്യത മനസ്സിലാക്കി, അവൻ ബോധമുള്ളവരായി പകലിന്റെ പ്രവൃത്തി ചെയ്ത് അരിമനാഥന്റെ സന്നിധിയിൽ ചെന്ന് പ്രതിഫലം വാങ്ങിക്കാൻ അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. ഇന്ന് പകലിൽ നിന്ന് കേൾക്കപ്പെട്ട തിരുവെടുത്തിന്റെ മുൻപിൽ ഒരു നിമിഷം നമ്മൾ ശോധന ചെയ്യാം. നമ്മുടെ പ്രവൃത്തികൾ ഇപ്പോൾ ഏത് നിലയിലുള്ള